സെലിബ്രിറ്റി അമ്മമാരിൽ ഇപ്പോൾ അമ്മയായി എന്ന വാർത്ത അറിയിക്കുന്നത് തന്നെ കുട്ടിക്ക് ഒരു വയസ്സ് കഴിഞ്ഞാലാണ് എന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ എല്ലാവരും തങ്ങളുടെ പ്രസവ വീഡിയോയും അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ കാര്യങ്ങളും അതൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യവും കുഞ്ഞു ജനിച്ചു എന്ന സന്തോഷവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് ഒരു പതിവ് തന്നെയാണ്. നയൻതാര പോലും സെറോഗസി വഴിയാണെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇരട്ടക്കുട്ടികൾ ജനിച്ചുവെന്ന് അറിയിച്ചത് പോലും. അമ്മയായി എന്ന വാർത്ത പുറത്തുവിട്ടാലും മക്കളുടെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിക്കാത്തവരുമുണ്ട്. പ്രിയങ്ക ചോപ്ര, ദീപിക പദുക്കോൺ, ശ്രേയ ശരൺ എന്നിവരൊക്കെ തന്നെയും ഇത്തരത്തിൽ താരങ്ങളെല്ലാം മക്കളുടെ മുഖം പൊതുവെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇങ്ങനെ ഇരുന്നാലും എയർപോർട്ട് ക്ലിക്കുകളിലൂടെയെല്ലാം ചിത്രങ്ങൾ പുറത്തു വരാറുമുണ്ട്. പക്ഷേ നടി നമിതയുടെ മക്കളുടെ ഫോട്ടോ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ എവിടെയും കണ്ടിട്ടില്ല. മക്കളുടെ ഒരു ഫോട്ടോ പോലും എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ളവർ അനുവാദമില്ലാതെ പകർത്തും വിധം അവരെ എവിടെയും കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ല. ഇതാണ് നമിത പറയുന്നത്. അതിന് നമിതയുടെ കാരണങ്ങളുണ്ട് എന്നതുകൂടി വ്യക്തമാക്കുന്നു. 2022 നമിതയ്ക്കും വീരേന്ദ്ര ചൗധരിക്കും ഇരട്ട ആൺകുട്ടികൾ പിറന്നത്. ആദ്യത്തെ പ്രഗ്നൻസി എനിക്ക് മിസ്കാരേജ് ആയിരുന്നു. 4-ാം മാസത്തിലായിരുന്നു അത് സംഭവിച്ചത്. അതിനുശേഷം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നത് പോലൊരു ഭയം എൻ്റെ ഉള്ളിലും ഉണ്ടായി. അതിനുശേഷം ഞാൻ വളരെയധികം ഡിഫെൻസീവായി. എൻ്റെ മക്കളുടെ ഫോട്ടോ ആരും എടുക്കാൻ പാടില്ല, ആർക്കും ഞാൻ കാണിക്കില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയായി. ഇപ്പോഴാണ് അവർ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അതുവരെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാൻ ജിമ്മിലും ഓഫീസിലും പോയാൽ വീട്ടിൽ അവരെ ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കും. അത്രയും ഭയവും അരക്ഷിതത്വവുമായിരുന്നു എനിക്ക്. ഇപ്പോൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയെങ്കിൽ ഞാൻ തന്നെയാണ് മക്കളെ കൊണ്ട് ചെന്നാക്കുന്നതും കൂട്ടി വരുന്നതും. ഡ്രൈവർമാരെ ഒന്നും വച്ചിട്ടില്ല. അച്ഛനായ വീരേന്ദ്ര ചൗധരി നേരെ വിപരീതമാണത്രേ. മക്കൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാണ് വളർത്തുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ അനുവദിക്കും. അതുമാത്രമല്ല, ദൃഷ്ടിദോഷം വരും എന്നതിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് നമിത പറയുന്നു. ഒരിക്കലോ 2 തവണയോ അല്ല, പല തവണ ഒരേ സംഭവം നടക്കുമ്പോൾ വിശ്വസിച്ചു പോകുമല്ലോ. കുടുംബത്തിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ മക്കളെയും കൊണ്ട് പോകാറുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് സ്ഥിരമായതോടെ ദൃഷ്ടിദോഷം എന്നതിനാൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെ പോകട്ടെ, വളരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്നായിരുന്നു നമിത പറഞ്ഞത്. ഇപ്പോൾ നമിതയ്ക്ക് ഇത്തരത്തിൽ മിസ്കാരേജ് ഉണ്ടായതും തൻ്റെ മക്കളെ നന്നായി നോക്കുന്നതിനുള്ള ഒരു തിരക്കിലാണ് താനെന്നും വെളിപ്പെടുത്തുമ്പോൾ ഓരോ രീതിയിലാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നതുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകൂ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.